കുട്ടിക്കഥ കുഞ്ഞിക്കോമളനും കുഞ്ഞിക്കണ്ണനും. രചന ശ്രീ മധു നിരഞ്ജൻ. ശബ്ദം നൽകുന്നത് ആതിര. ഒരിടത്തൊരിടത്ത് നിറയെ താമരപ്പൂക്കളുള്ള ഒരു ശാന്തമായ കുളമുണ്ടായിരുന്നു. ആ കുളത്തിലായിരുന്നു കോമളൻ എന്നു പേരുള്ള ഒരു കുഞ്ഞി തവള താമസിച്ചിരുന്നത്. കോമളൻ എപ്പോഴും ക്വാ ക്വാ പാടിക്കൊണ്ട് സന്തോഷത്തോടെ ചാടി ചാടി നടക്കും. കോമളന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ കണ്ണൻ എന്നു പേരുള്ള ഒരു കുഞ്ഞനാമയായിരുന്നു. കണ്ണൻ വളരെ പതുക്കെയാണ് നടന്നിരുന്നത്. കോമളൻ ചാടി മുന്നോട്ട് പോകുമ്പോൾ കണ്ണൻ മെല്ലെ നീന്തി ഇഴഞ്ഞും പിന്നാലെ വരും. ചിലപ്പോൾ കണ്ണനാമ കോമളനെയും പുറത്തിരുത്തി കുളത്തിന് ചുറ്റും നീന്തി കാഴ്ചകൾ കാണും. ആ യാത്രയിൽ കോമളൻ ഒരു രാജാവിനെ പോലെ കുഞ്ഞനാമയുടെ പുറത്തിരിക്കും. ഒരു ദിവസം രാവിലെ കോമളൻ തവള കുളക്കരയിലിരുന്ന് ഉച്ചത്തിൽ പാടുകയായിരുന്നു. ഞാനാണ് ഏറ്റവും വേഗതയുള്ളവൻ, എനിക്ക് എല്ലാവരെക്കാളും വേഗത്തിൽ ചാടാൻ കഴിയും. കണ്ണനാമ അത് കേട്ട് മെല്ലെ ചിരിച്ചു. ശരിയായിരിക്കാം കോമളൻ, നീ വേഗത്തിൽ ചാടും, പക്ഷെ ഞാൻ എപ്പോഴും സുരക്ഷിതമായിരിക്കും, കണ്ണൻ പറഞ്ഞു. സുരക്ഷിതമോ? നിന്റെ ആ കട്ടിയുള്ള പുറംതോടില്ലേ, അതൊരു ഭാരമല്ലേ? എനിക്ക് നിന്നേക്കാൾ വേഗത്തിൽ എവിടെ ഒളിക്കാൻ കഴിയും, കോമളൻ അഹങ്കാരത്തോടെ പറഞ്ഞു. അപ്പോൾ കുളക്കരയിലേക്കൊരു വലിയ കൊക്ക് മീൻ പിടിക്കാനായി മെല്ലെ നടന്നു വന്നു. കൊക്കിനെ കണ്ടതും കോമളൻ പേടിച്ച് ഉച്ചത്തിൽ കരഞ്ഞു. അവൻ വേഗത്തിൽ ചാടി പുല്ലുകൾക്കിടയിൽ ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ പച്ച നിറം പുല്ലുകൾക്കിടയിലും തെളിഞ്ഞു നിന്നു. എന്നാൽ കണ്ണനാമ ഒട്ടും ഭയപ്പെട്ടില്ല. അവൻ വേഗത്തിൽ തൻ്റെ തലയും കാലുകളും പുറന്തോടിനുള്ളിലേക്ക് വലിച്ചൊതുക്കി. കണ്ണനെ കണ്ടാൽ അതൊരു തവിട്ട് നിറമുള്ള കല്ല് പോലെ മാത്രമേ തോന്നൂ. കൊക്ക് അവനെ ശ്രദ്ധിക്കാതെ കടന്നുപോയി. കൊക്ക് പോയ ശേഷം കോമളൻ പുല്ലുകൾക്കിടയിൽ നിന്ന് പതിയെ പുറത്തു വന്നു. അവൻ ആമയെ നോക്കി. കണ്ണൻ, നീയാണ് ശരി, വേഗതയേക്കാൾ വലുത് ബുദ്ധിയും സുരക്ഷിതത്വവുമാണ്, കോമളൻ പറഞ്ഞു. നിന്റെ പുറന്തോട് നിന്റെ ശക്തിയാണ്, എനിക്ക് നിന്നോടാണ് കൂടുതൽ ഇഷ്ടം. ഇനി മുതൽ ഞാൻ ഒരിക്കലും എൻ്റെ വേഗതയിൽ അഹങ്കരിക്കില്ല. അങ്ങനെ വേഗതയേറിയ തവളയും പതുക്കെ നീങ്ങുന്ന ആമയും ആ കുളത്തിൽ ഒരുപാട് കാലം സന്തോഷത്തോടെയും പരസ്പരം ബഹുമാനത്തോടെയും ജീവിച്ചു. ഗുണപാഠം: ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. മറ്റുള്ളവരെ കളിയാക്കാതെ അവരെ ബഹുമാനിക്കണം. ഹായ് കൂട്ടുകാരെ, കണ്ണനാമയുടെയും കോമളൻ തവളയുടെയും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മമാർ ഈ കഥ കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടി ഇനിയും നല്ല കഥകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. കുഞ്ഞു കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.